സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായതോടെ മുന്നണികൾ രണ്ടാംഘട്ട പ്രചരണവുമായി സജീവമായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനം 29 സംസ്ഥാനത്ത് ലഭിച്ചത്. ബാങ്കുകൾക്ക് അവധിയായതിനാൽ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 23 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികൾ അരങ്ങിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കൂടി വന്നതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു തുടങ്ങി. ആദ്യ ദിനം സംസ്ഥാനമൊട്ടാകെ സമർപ്പിക്കപ്പെട്ടത് 29 പത്രികകളാണ്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ്. 7 പത്രികകൾ വീതം. കാസർഗോഡ് 4, കൊല്ലം ജില്ലയിൽ 3 പത്രികകളും സമർപ്പിച്ചപ്പോൾ ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 2, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ആരും പത്രിക നൽകിയില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ഇന്ന് ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി തിങ്കളാഴ്ച മുതലാകും സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങുക. 29-നാണ് പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. 30-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 2-ാം തീയതി വരെ പത്രികകൾ സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കാം. ഇതിനുശേഷമാകും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും വ്യക്തമാവുക. ഏതായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായതോടെ മുന്നണികൾ രണ്ടാംഘട്ട പ്രചരണവുമായി കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലമർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനായി വോട്ടുവണ്ടി പ്രയാണം തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. വോട്ടിന്റെ കൃത്യത ഉറപ്പാക്കുന്ന വിവിപാറ്റ് എന്ന പുതിയ സംവിധാനം പരിചയപ്പെടാനും വോട്ടുവണ്ടി അവസരമൊരുക്കുന്നു. വോട്ടർമാരെ ബോധവൽക്കരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ടുവണ്ടി പ്രയാണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട രീതിയോടൊപ്പം ജനാധിപത്യ അവകാശങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുന്ന ചിത്രപ്രദർശനമാണ് വോട്ടുവണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിനായുള്ള പരിശീലന സൗകര്യവും വോട്ടുവണ്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി നടപ്പാക്കുന്ന വിവിപാറ്റ് സംവിധാനത്തെ പരിചയപ്പെടാനും വോട്ടുവണ്ടി അവസരമൊരുക്കുന്നു. വിവിപാറ്റിലൂടെ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് സ്വയം വ്യക്തത വരുത്താം. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ചിഹ്നമടങ്ങുന്ന സ്ലിപ്പ് 8 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് കാണാനാകും. നേമം, വട്ടിയൂർക്കാവ്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃക്കാക്കര, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നോർത്ത്, കണ്ണൂർ എന്നീ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വിവിപാറ്റ് സംവിധാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജി വോട്ടുവണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. Increase the voting percentage by sensitizing the voters of Kerala and trying to reach out to each and every voter. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് വോട്ടുവണ്ടി സജ്ജീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് 3 വോട്ടുവണ്ടികൾ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആവേശവും ആശ്വാസവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം വരൾച്ച മൂലം കെടുതി അനുഭവിക്കുന്ന പുൽപ്പള്ളിയിലെ മുള്ളൻകൊല്ലി പ്രദേശങ്ങളും സന്ദർശിച്ചു. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലെത്തിയ VSന്റെ ആദ്യ പൊതുപരിപാടി മാനന്തവാടിയിലെ LDF സ്ഥാനാർത്ഥി OR കേളുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദിവാസി കർഷക വിരുദ്ധ നിലപാടുകളെ കടന്നാക്രമിച്ച അദ്ദേഹം മാനന്തവാടിയുടെ വികസന കാര്യങ്ങളിൽ നിലനിൽക്കുന്ന പിന്നോക്കാവസ്ഥകളും ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതിൽ ഒരു നയാ പൈസ പോലും ചിലവാക്കാതെ ലാഭ്സാക്കി കളയുകയാണ് ചെയ്യുന്നത്. 4:30 മണിയോടുകൂടിയാണ് കഠിനമായ വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചത്. 100 കണക്കിന് ആളുകളാണ് VSനെ കാണാൻ ഇവിടെയെല്ലാം തടിച്ചുകൂടിയത്. വരൾച്ച കെടുതിക്കുള്ള പരിഹാരത്തിനായി ശക്തമായ സമ്മർദ്ദമുയർത്തുമെന്ന് അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ആ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് പറയുന്ന. ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ദേശീയ തലത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ദളിത് ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ചും ഉമ്മൻചാണ്ടിയുടെയും നരേന്ദ്രമോദിയുടെയും ജനവിരുദ്ധ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിക്ക് പോലും കർഷകരെയോ ആദിവാസി സമൂഹത്തെയോ സംരക്ഷിക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിലെ പൊതുയോഗത്തിൽ LDF അധികാരത്തിൽ വന്നാൽ കർഷക സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ച് കർഷകരെ മുന്നോട്ട് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിലെ CK ശശീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് ഒരു ദിവസം നീണ്ട ആവേശോജ്വലമായ പ്രചരണ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം ചുരമിറങ്ങിയത്. ക്യാമറമാൻ ജിബേഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് KR. കുടിവെള്ളം മുഖ്യ പ്രശ്നമായ പാലക്കാട് ചിറ്റൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടി. തുടർച്ചയായ 5ാം വിജയം ലക്ഷ്യമിട്ടാണ് സിറ്റിംഗ് MLA K. അച്യുതന്റെ പ്രചാരണം.
മണ്ഡലം പിടിച്ചെടുക്കാൻ LDF-നായി മുൻ MLA കെ കൃഷ്ണൻകുട്ടി തീവ്രപ്രയത്നത്തിലാണ്. ചിറ്റൂരിൽ കോൺഗ്രസിലെ കെ അച്യുതനും ജനതാദൾ എസ് നേതാവ് കെ കൃഷ്ണൻകുട്ടിയും 4ാം തവണയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. വിജയം 3 തവണയും അച്യുതനൊപ്പം നിന്നു. ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇതിന്റെ വീറും വാശിയും പ്രചാരണ രംഗത്ത് കാണാനാവും. ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പ്രചാരണ ബോർഡുകളും ചുവരെഴുത്തും സജീവം. 96-ൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ചിറ്റൂരിൽ നിന്ന് കെ അച്യുതൻ ആദ്യമായി നിയമസഭയിലെത്തിയത്. മണ്ഡലത്തിൽ 20 വർഷത്തിനിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് UDF-ന്റെ മുഖ്യ പ്രചാരണം. കടകൾ, വീടുകൾ എന്നിവ കയറിയുള്ള പ്രചാരണം അച്യുതനില്ല. ചെറുയോഗങ്ങൾ വിളിച്ചു ചേർത്താണ് പ്രവർത്തനം. സ്ക്വാഡ് പ്രവർത്തനവുമായി UDF പ്രവർത്തകർ രംഗത്തുണ്ട്. 3 തവണ ചിറ്റൂരിൽ നിന്ന് MLA ആയ ജനതാദൾ എസ് ദേശീയ നിർവാഹക സമിതി അംഗം കെ കൃഷ്ണൻകുട്ടിയാണ് LDF സ്ഥാനാർത്ഥി. മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായ കൃഷ്ണൻകുട്ടി ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് LDF പ്രചാരണം. കഴിഞ്ഞ 20 വർഷം വികസന മുരടിപ്പിൻ്റെതാണെന്ന് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നു. M ശശികുമാറാണ് ചിറ്റൂരിലെ BJP സ്ഥാനാർത്ഥി. 4518 വോട്ടാണ് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയത്. ഇത് വർദ്ധിപ്പിക്കാനാവും BJP ശ്രമിക്കുക. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചിറ്റൂർ മണ്ഡലത്തിൽ AIDMKയുടെ N മയിൽസ്വാമിയും മത്സരരംഗത്തുണ്ട്. വെള്ളപ്രശ്നമുയർത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് നൽകിയ RBC ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. തുടർച്ചയായി 5ാം ജയം തേടി കളത്തിലിറങ്ങിയ അച്യുതനെ തളയ്ക്കാൻ ചിറ്റൂരിന്റെ മുൻ MLA കൂടിയായ കെ കൃഷ്ണൻകുട്ടിക്ക് ഇത്തവണ കഴിയുമോ? കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം ചിറ്റൂരിൽ നിന്നും AK ലതീഷ്. വാർത്തകളിലേക്ക്. പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ സരിത കത്തോ കുറിപ്പോ തയ്യാറാക്കിയിട്ടില്ലെന്ന് DYSP ഹരികൃഷ്ണൻ സോളാർ കമ്മീഷനെ ബോധിപ്പിച്ചു. കസ്റ്റഡിയിലിരിക്കെയാണ് കത്ത് എഴുതിയതെന്ന് നേരത്തെ കമ്മീഷനിൽ സരിത മൊഴി നൽകിയിരുന്നു. സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ദിവസം അവരുടെ അഭിഭാഷകനുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും DYSP മൊഴി നൽകി. സോളാർ കേസിൽ ഏറ്റവും വിവാദമായത് സരിതയുടെ കത്തായിരുന്നു. പല പ്രമുഖരുടെയും പേരു പരാമർശിച്ച കത്ത് തയ്യാറാക്കിയത് കസ്റ്റഡിയിൽ വെച്ചായിരുന്നുവെന്ന് സരിത പറഞ്ഞിരുന്നു. എന്നാൽ ഈ മൊഴിയെ തീർത്തും തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ DYSP ഹരികൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴി. ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സരിതയെ ആദ്യം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ കാലയളവിൽ അവർ കത്ത് എഴുതിയിരുന്നില്ലെന്നും കത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ അഭിഭാഷകന് കൈമാറുമായിരുന്നുവെന്നും ഹരികൃഷ്ണന്റെ മൊഴിയിൽ പറയുന്നു. എന്നാൽ കൊച്ചിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ ജയിലിൽ എത്തിക്കുമ്പോൾ അവരുടെ കയ്യിൽ ചില കുറിപ്പുകൾ ഉണ്ടായിരുന്നതായി ജയിൽ സൂപ്രണ്ട് മൊഴി നൽകിയിട്ടുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. അത് തനിക്കറിയില്ലെന്ന് DYSP മൊഴി നൽകി. DYSP ഹരികൃഷ്ണന്റെ മൊഴിയെടുക്കൽ തിങ്കളാഴ്ചയും തുടരും. അതേസമയം 2012 നവംബർ മുതൽ 2013 മെയ് വരെ സരിതയുടെ 3 മൊബൈൽ ഫോണുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും തിരിച്ചും വിളിച്ച കോളുകളുടെ വിശദാംശങ്ങളും 22/1/2013 സരിതയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷനും സംബന്ധിച്ച വിശദാംശങ്ങളും നൽകാൻ DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി GR അജിത് നൽകിയ അപേക്ഷയിലാണ് കമ്മീഷൻ ഉത്തരവ്. അതേസമയം സരിതയുടെ പേഴ്സണൽ ഡയറി പിടിച്ചെടുക്കണമെന്ന അദ്ദേഹത്തിന്റെ അപേക്ഷ കമ്മീഷൻ തള്ളി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോളാർ കേസിൽ കൈക്കൂലി നൽകിയെന്ന സരിത നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന പൊതുതാൽപര്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കും. കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് 5-ന് അവസാനിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ മാസം 23-ലേക്ക് മാറ്റിയത്. RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട DYFI നേതാവ് ഭാസ്കര കുമ്പളയ്ക്ക് ആയിരങ്ങളുടെ സ്മരണാഞ്ജലി. ഭാസ്കര കുമ്പളയുടെ 19ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം കാസർഗോഡ് കുമ്പളയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. യുവജന പരേഡ്, പ്രകടനം, പൊതുസമ്മേളനം എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. CPI-M ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ സ്വദേശി സാബു. നല്ല ആദായം ലഭിക്കുന്ന കൃഷി എന്നത് മാത്രമല്ല,
മീനുകളോടുള്ള താല്പര്യം കൂടിയാണ് സാബുവിനെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത്. വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച ശേഷമാണ് സാബു മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷിരീതി പഠിച്ചാണ് ഇതിലേക്ക് വന്നതും. കുമ്പഴക്കടുത്തുള്ള പാറമട വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തുന്നത്. പഞ്ചായത്ത് നൽകിയ 6000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയും സ്വന്തമായി വാങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. നല്ല ആദായം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നാണ് സാബു പറയുന്നത്. ഈ സിലോപ്പിയൊക്കെ 3 കിലോ വരെ ഒരു വർഷം കൊണ്ടാകുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാമെന്ന്. അപ്പോൾ ഇത് കുളം മൊത്തം പറ്റിച്ചാൽ നമ്മൾ മീനെ പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, പിന്നെ പ്രായമായ വലുതായ മീനെ നമ്മൾ വിൽക്കുകയാണ്. പച്ചക്കറി മാലിന്യവും തണ്ണിമത്തനും മറ്റുമാണ് പ്രധാന ആഹാരങ്ങൾ. ഒരു വർഷം എത്തുമ്പോഴാണ് വിളവെടുക്കുക. ചെറുകുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വലിയ മോട്ടോർ ഉപയോഗിച്ച് പാറമടയിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് വിളവെടുപ്പ്. ചില മത്സ്യങ്ങൾ അപ്പോഴേക്കും 1-2 കിലോയോളം വലുപ്പം വെക്കും. മറ്റ് കൃഷിരീതികൾ പിന്തുടരുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ മത്സ്യകൃഷിക്ക് നൽകണമെന്നാണ് സാബു പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ലെന്ന് സുപ്രീംകോടതി. വിശ്വാസത്തിൽ ഇടപെടില്ലെന്ന കേരള ഹൈക്കോടതി വിധി കേസിനെ ബാധിക്കില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. മൗലികാവകാശങ്ങൾ ഉറപ്പുവരുത്തുക എന്നത് ഭരണഘടനയുടെ പ്രാഥമിക ദൗത്യമാണെന്നും കോടതി നിരീക്ഷിച്ചു. അമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രന്റെ വാദം കേൾക്കുന്നതിനിടയിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സുപ്രധാന പരാമർശങ്ങൾ സുപ്രീംകോടതി നടത്തിയത്. യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കില്ലെന്ന 1995 ഹൈക്കോടതി ഉത്തരവ് കേസിനെ ബാധിക്കില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു സുപ്രീംകോടതി പരാമർശം. വിശ്വാസവും ഭരണഘടനയും തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ശബരിമലയിലെ സ്ത്രീ പ്രവേശന കേസെന്ന് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, ജസ്റ്റിസ് ഗോപാൽ ഗൌഡ എന്നിവരുടെ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഒരു വിഭാഗവും വ്യക്തി അവകാശവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേസെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു. മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുക എന്നതാണ് ഭരണഘടനയുടെ 32-ാം അനുച്ഛേദത്തിന്റെ പ്രാഥമിക ദൗത്യമെന്നും കോടതി നിരീക്ഷിച്ചു. ലിംഗസമത്വം ഉറപ്പാക്കേണ്ടതല്ലേ എന്നും 3-അംഗ ബെഞ്ച് ചോദിച്ചു. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നത് പരിഹാസ്യമല്ലേ എന്ന് കോടതി നേരത്തെ നിരീക്ഷിച്ചിരുന്നു. കേസിൽ അടുത്തയാഴ്ചയും വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തരാഖണ്ഡിലെ രാഷ്ട്രപതി ഭരണം റദ്ദാക്കിയ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി വിധി സുപ്രീംകോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. കേന്ദ്ര സർക്കാർ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചത്. കേസ് 27-ന് വീണ്ടും പരിഗണിക്കും. അതുവരെ രാഷ്ട്രപതി ഭരണം റദ്ദാക്കരുതെന്നും കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ഭരണഘടനാപരമായ വിഷയങ്ങളുള്ളതിനാൽ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കുമെന്ന സൂചന നൽകിയാണ് നൈനിറ്റാൽ ഹൈക്കോടതി ഉത്തരവിന് സുപ്രീംകോടതി സ്റ്റേ നൽകിയത്. 27-ന് കേസ് വീണ്ടും പരിഗണിക്കും. അതുവരെ രാഷ്ട്രപതി ഭരണം നിലനിർത്തണമെന്നും രാഷ്ട്രപതി ഭരണം പിൻവലിക്കരുതെന്നും കേന്ദ്ര സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ഉത്തരാഖണ്ഡിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗിയാണ്. പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ് തൊടുപുഴ മണക്കാട് സ്വദേശി സജികുമാർ. സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ തന്നെയാണ് സജിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നല്ല മനസ്സും മണ്ണിനെ സ്നേഹിക്കാനുള്ള ഹൃദയവുമുണ്ടെങ്കിൽ കൃഷിക്ക് ഏക്കർ കണക്കിന് ഭൂമിയോ മറ്റു സൗകര്യങ്ങളോ വേണ്ടെന്ന് തെളിയിക്കുകയാണ് തൊടുപുഴ മണക്കാട് കുന്നുപുറത്ത് സജിമോൻ. വീടിന്റെ ടെറസിന് മുകളിലും അടുത്തുള്ള പുരയിടത്തിലുമെല്ലാം സജിയുടെ കുടുംബത്തിന്റെ ലാളനയിൽ വളരുന്നത് കാർഷിക കേരളത്തിന്റെ തനത് പച്ചക്കറികൾ മാത്രമല്ല, വടക്കേ ഇന്ത്യക്കാരുടെ ഇഷ്ടവിഭവമായ പാലക്ക് മുതൽ തമിഴ്നാടൻ മധുരൈ അമ്പഴം വരെയുണ്ട്. സ്വന്തം ജീവിതാനുഭവങ്ങൾ തന്നെയാണ് റേഷൻ കടക്കാരൻ കൂടിയായ സജിയെ മണ്ണിൽ പണിയെടുപ്പിക്കാൻ പഠിപ്പിച്ചത്. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന നാടൻ പച്ചക്കറി ടേസ്റ്റ് ഇന്ന് നമ്മൾ അനുഭവിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഉണ്ട് നമുക്ക്. അതിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ പല സാധനങ്ങളും നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പല സാധനങ്ങളും നമ്മൾ അന്വേഷിച്ച് പിടിച്ച് നട്ടുണ്ടാക്കി ഇപ്പം നമ്മളുടെ നാട്ടിലേക്കുള്ള പല ജനങ്ങളിലേക്ക് ഈ സാധനം എത്തിക്കാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. വീട്ടിലെ പശുവിന്റെ ചാണകവും മറ്റു ജൈവ വളങ്ങളുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. കീടനാശിനിയായി ചില ഘട്ടങ്ങളിൽ സജി ഉപയോഗിക്കുന്ന മരുന്ന് ന്യൂ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. സാക്ഷാൽ പെപ്സിയും കൊക്കക്കോളയും. ഈ വിഷം വാങ്ങിക്കുടിക്കുന്നവർ കൃഷിയിലേക്ക് തിരിയണമെന്നതാണ് സജിയുടെ കുടുംബത്തിന്റെ അഭിപ്രായം. സ്വയം നട്ടുവളർത്തുന്ന പച്ചക്കറിയുടെ രുചിയും ഒന്നു വേറെ തന്നെയെന്ന് സജിയുടെ ഭാര്യ സിന്ധുവും സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യം തന്നെ. കുട്ടികൾക്കായാലും വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കോളിഫ്ലവർ ആയി എന്തും അവർക്ക് ബജ്ജി ഉണ്ടാക്കണേലും എന്തും ഉണ്ടാക്കണേലും
ഇവിടെ ഒന്ന് കയറി വരുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കത് എല്ലാം കൊണ്ടും നല്ല സന്തോഷമാണ്. പച്ചക്കറി കൃഷിക്കൊപ്പം മീൻ വളർത്തലും പരിമിതമായ സ്ഥലത്ത് സജി നടത്തുന്നുണ്ട്. ഒപ്പം പുതുപരീക്ഷണങ്ങളും. അത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് ഈ ചാക്കുകളിൽ മണ്ണ് നിറച്ചുള്ള മരച്ചീനി കൃഷി. മറ്റുള്ളവർക്ക് പ്രചോദനമായി വൈവിധ്യങ്ങൾ തേടിയുള്ള സജിയുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.